Hi friends, welcome back. Used review ആണെന്ന് അൺബോക്സിംഗ് ഒന്നും ഈ ഒരു ഫോണിൻ്റെ നമ്മൾ ചെയ്തിട്ടില്ല. Vivo T1Pro ഈ ഒരു ഫോൺ ഒരു മികച്ച ഫോണാണ്. ഇത്തരത്തിലുള്ള മികച്ച ഫോണുകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ യൂസ്ഡ് റിവ്യൂ തന്നെയാണ് മിക്കവാറും ഒക്കെ ചെയ്യാറുള്ളത്. അഥവാ അൺബോക്സിംഗ് ചെയ്താൽ തന്നെയും യൂസ്ഡ് റിവ്യൂ ചെയ്യാറുമുണ്ട്, ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും. ഈ ഒരു ഫോണിൻ്റെ യൂസ്ഡ് റിവ്യൂ ആണ്. ഇതിൻ്റെ അൺബോക്സിംഗ് ആക്ച്വലി ഞാൻ ചെയ്തിട്ടില്ല, അത് വേണ്ടാന്ന് വെച്ചു. പകരം യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരാഴ്ചയായിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയുണ്ട് ഈ ഒരു ഫോൺ? വിവോ ഓഫ്ലൈനിൽ നിന്ന് വിട്ടുകൊണ്ട് ഓൺലൈൻ മേഖലയിലേക്ക് വന്ന് ഏതൊരു ബ്രാൻഡുമായിട്ടും കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ ഗംഭീരമായ ഫോണുകൾ ഇറക്കി തുടങ്ങി. T1 12999 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും AMOLED ഡിസ്പ്ലേയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും ഒക്കെ തന്ന് ഒരു നല്ല ഒന്നാം തരം ഫോണാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, മറക്കാതെ കാണുക. അതേപോലെ തന്നെ അതിൻ്റെ ഒരു Pro 5G വെർഷനാണ് T1Pro 5G എന്ന് പറയുന്നത്. ഇതിൻ്റെ നല്ല വശങ്ങളും പോരായ്മകളും രണ്ടും ഞാൻ പറയുന്നുണ്ട്. കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയുണ്ട് ഈ ഫോൺ? നിങ്ങൾക്കിത് ഓക്കെ ആയിരിക്കുമോ? യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നല്ല വശങ്ങളും പോരായ്മകളും രണ്ടുമുണ്ട്. ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻ ഹാൻഡ് ഫീൽ, കയ്യിലോട്ട് എടുക്കുമ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, നല്ല ഒരു ഇൻ ഹാൻഡ് ഫീലുള്ള ഫോണാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 180 ഗ്രാം വെയിറ്റും 8.49 mm തിക്നെസ്സും. ഒരു തരത്തിലുള്ള ഓവർ വെയിറ്റോ ഓവർ തിക്നെസ്സോ ഇല്ല, വളരെ കംഫർട്ടബിൾ ആണ്. സോ ഹാൻഡിൽ ചെയ്യാൻ വളരെ നല്ല ഒരു ഫോണാണ് T1Pro 5G. ഒരു യൂസ്ഡ് റിവ്യൂ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ യൂസേജ് എന്താണോ അതിൻ്റെ കാര്യം പറയണ്ടേ. നെറ്റ്വർക്ക് റിസപ്ഷൻ എങ്ങനെയുണ്ട്? ഇത് കോള് മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ നെറ്റ്വർക്ക് റിസപ്ഷനിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് കരിയർ അഗ്രിഗേഷൻ അടക്കം വരുന്നതാണ്. അതായത് ഒന്നിലധികം നെറ്റ്വർക്കൊക്കെ പിടിക്കാൻ കഴിയുന്ന നല്ല റേഞ്ച് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫോണാണ്. കരിയർ അഗ്രിഗേഷനുള്ള ഒരു ഫോണാണ്. സോ നെറ്റ്വർക്ക് പരമായ കാര്യങ്ങളിൽ ഒരു ഇഷ്യൂസും ഇല്ല. 5G ഫോണാണ്, 7 5G ബാൻഡുകളുണ്ട്. സോ ഭാവിയിലേക്ക് കണക്കാക്കി നിങ്ങൾ ഇത് എടുത്താൽ പോലും 5Gയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു 5G ഫോണാണ്. Wi-Fi 6, Bluetooth 5.2 തുടങ്ങിയ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. Wi-Fi കോളിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. സോ ഒരു തരത്തിലുള്ള നെറ്റ്വർക്ക് പരമായ ഇഷ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ സ്പീക്കർ, ഇയർ പീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇയർ പീസൊക്കെ വളരെ ക്ലിയർ ആണ്, ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. അതേപോലെ ലൗഡ് സ്പീക്കറും യാതൊരു ഇഷ്യൂസും ഇല്ല, നല്ല ക്വാളിറ്റി ലൗഡ് സ്പീക്കറാണ്. ഇതിൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല. സോ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ സ്റ്റീരിയോ സ്പീക്കറൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പോരായ്മയായിട്ട് കരുതാം. പിന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് കൂടി നോക്കിയാൽ ഇതിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സോ അത് ആവശ്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതും ഒരു പോരായ്മയായിട്ട് വരാം. പക്ഷേ ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഡുവൽ നാനോ സിം ആണ്, 2 സിം സപ്പോർട്ട് ചെയ്യുന്നു. മെയിൻ മൈക്രോഫോൺ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ ക്ലീൻ ആണ്, ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, ഫ്രണ്ട് സൈഡിൽ 6.44 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നസ് ഉള്ള 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്ന നല്ല ബ്രൈറ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. ഡയറക്റ്റ് സൺലൈറ്റിലും യാതൊരു ഇഷ്യൂസും നമുക്ക് ഫേസ് ചെയ്തില്ല. ഇൻഡോറിലേക്ക് വരുമ്പോഴായാലും ഓവറോൾ വിഷ്വൽ ക്വാളിറ്റി നന്നായിട്ട് തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽ മീഡിയ കൺസംഷൻ്റെ ഒരു രീതിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഇഷ്യൂസ് ഒന്നും തന്നെ ഫേസ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടു തന്നെ മനസ്സിലാക്കാം അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ. 6.44 ഇഞ്ച് വരുന്ന ഫുൾ HD+ 90 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. HDR10+ ഒക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ 90 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ ഈ കാര്യങ്ങളെല്ലാം നല്ല വശങ്ങളാണ്, നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നോച്ച് ഡിസൈൻ, ഒരു പഞ്ച് ഹോൾ ക്യാമറ ആയിരുന്നുവെങ്കിൽ ഒരു നല്ല ട്രെൻഡി ആയ ലുക്ക് എന്ന് പറയാമായിരുന്നു. ഇത് ഇത്തിരി ഒരു പഴയ ഒരു ഫീലാണ് തരുന്നതല്ലേ. തീർച്ചയായിട്ടും അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോരായ്മയായിട്ട് നോക്കാവുന്ന ഒരു ഘടകമാണ്. ബാക്കിയെല്ലാം കൊണ്ടും ഡിസ്പ്ലേ ഒരു ബെസ്റ്റ് സെറ്റപ്പാണ്, നല്ല ക്വാളിറ്റിയാണ്, ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് വിവോ ഏറ്റവും നല്ല രീതിയിൽ ഓൺലൈൻ മേഖലയിൽ വന്നിട്ട് ഏറ്റവും നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്നത്. കാരണം ഈ ഫോണിൽ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഓഫർ അടക്കം നോക്കിക്കഴിഞ്ഞാൽ 21,499 എന്ന് പറയുന്ന പ്രൈസിനാണ് ഇത് വരുന്നത്. ഈ ഒരു പ്രൈസിന് സ്നാപ്ഡ്രാഗൺ 778G 5G എന്ന് പറയുന്ന നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ റേഞ്ചിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകളിൽ ഒന്ന് തന്നെയാണ് വിവോ T1Pro. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് എക്സ്റ്റൻഡഡ് റാം 2.0 ഒക്കെ വരുന്നുണ്ട്. സോ 2 GB റാം സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് റാമിലേക്കൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫൺ ടച്ച് OS 12 ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയാം. 4D ഗെയിം വൈബ്രേഷനും ഗെയിമിംഗ് മോഡും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒരു തരത്തിലുള്ള യൂസേജ് ഇഷ്യൂസ്, ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. നല്ല സ്മൂത്ത് ആയ ഓപ്പറേഷൻസ് നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം യാതൊരു ലാഗും കാര്യങ്ങളുമില്ല. ഗെയിമിങ്ങും BGMI അടക്കം സ്മൂത്ത് എക്സ്ട്രീമിൽ നൈസായിട്ട് കളിക്കാം, ഒരു പ്രശ്നവും വരുന്നില്ല. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ ഇല്ല. കാരണം ഓൾറെഡി സ്നാപ്ഡ്രാഗൺ 778 എന്ന് പറയുന്നത് നല്ല പ്രൊസസ്സറാണ്, ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലാത്ത പ്രൊസസ്സറാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ
ഫ്ലാഗ്ഷിപ്പ് ലെവൽ 8 ലെയർ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഒക്കെ ഇതിനകത്ത് അവർ ഉപയോഗിക്കുന്നുണ്ട്. കൂളിംഗ് ഏരിയ നോക്കിയാൽ 32,923 mm ഒക്കെ വരുന്നുണ്ട്. സോ ഒരു നല്ല കൂളിംഗ് സെറ്റപ്പ് ഉള്ള ഒരു ഫോൺ കൂടി ആയതുകൊണ്ട് ഓവർ ഹീറ്റിംഗിൻ്റെ ഇഷ്യൂവും ഇല്ല. സോ നല്ല യൂസർ എക്സ്പീരിയൻസ്, ലാഗ് ഇല്ല, സ്മൂത്ത് എക്സ്ട്രീമിൽ BGMI കളിക്കാം, ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഫോണിൽ ഈ ഒരാഴ്ച കാലം യൂസ് ചെയ്തപ്പോഴും നമുക്ക് ഫീൽ ചെയ്തത്. നല്ല പെർഫോമൻസ്. ഇനി ഇതിൻ്റെ ക്യാമറ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുഡ് ക്വാളിറ്റി ക്യാമറ. ഈ പ്രൈസിന് ഒരു ഗുഡ് ക്വാളിറ്റി ക്യാമറയാണ് വിവോ കൊടുത്തിരിക്കുന്നത്. ഇമേജ് സാമ്പിളുകൾ കാണാം. മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് തരുന്നുണ്ട്. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ കാണാം. നല്ല ക്വാളിറ്റി ഇമേജുകൾ ഡേ ലൈറ്റിൽ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു ഗുഡ് ക്വാളിറ്റി ക്യാമറയാണ് വിവോ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അത് മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും ഏത് തരം ലൈറ്റിംഗ് കണ്ടീഷനിലായാലും എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. സ്കിൻ ടോൺ ആയാലും മറ്റ് കാര്യങ്ങളായാലും ഒക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഓവർ വൈറ്റനിങ് പോലുള്ള കാര്യങ്ങളൊന്നും ഒരു സെക്ഷനിൽ നമുക്ക് കാണാനില്ല. നാച്ചുറലായ ഒരു സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓവറോൾ ഗുഡ് സെറ്റപ്പ് ഉള്ളൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ ഓവറോൾ വരുന്നത്. ഇമേജുകളുടെ കാര്യം ഇത്രയും നല്ലതെന്ന് പറയുമ്പോൾ തന്നെ വീഡിയോ ക്വാളിറ്റിയും ഒട്ടും തന്നെ മോശമല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓവറോൾ ഗുഡ് ക്വാളിറ്റി തന്നെ എല്ലാ മേഖലയിലും ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ കിട്ടും. സെൽഫി ക്യാമറയും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് തോന്നിയില്ല. വലിയ സീരിയസ് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഈ പ്രൈസിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ 4K 30 frames/s ഷൂട്ട് ചെയ്താൽ ഈ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയാണ് കിട്ടുക. എങ്ങനെയുണ്ട്? ഇത് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഇതിന്റെ സെൽഫി ക്യാമറ നമുക്ക് തരിക. സോ അങ്ങനെയാണ് ക്യാമറയുടെ കാര്യങ്ങൾ. ഓവറോൾ എന്നെ സംബന്ധിച്ച് ക്യാമറ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 4700 mAh ബാറ്ററിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5000 mAh ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാം. പക്ഷേ ഈ ബാറ്ററി 1 ഡേ സുഖമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു ഇഷ്യൂ ഇല്ല. ഗുഡ് ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. ഒരു 50% ഒക്കെ ആവാൻ 18 മിനിറ്റ് മതി. അതായത് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 0-ൽ നിന്ന് 100% ഈ ഫോൺ ചാർജ് ചെയ്തെടുക്കാം. ഒരു ദിവസം സുഖമായിട്ട് ഉപയോഗിക്കും. ബാറ്ററി ലൈഫിലോ ചാർജിങ്ങിന്റെ മേഖലയിലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടർബോ ബ്ലാക്ക്, ടർബോ സിയാൻ അങ്ങനെ 2 കളറുകളിലാണ് വരുന്നത് ഈ ഒരു ഫോൺ. നമ്മുടെ കയ്യിലിരിക്കുന്നത് ടർബോ സിയാൻ ആണ്. സാർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 1.15 ആണ്. ബോഡി സാർ വാല്യൂ 0.56 ആണ്. ക്യാമറയുടെ API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. വേറെ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഈ ഫോൺ യൂസ് ചെയ്തതിൽ എനിക്ക് ഫേസ് ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് 6GB RAM 128GB സ്റ്റോറേജിന് 23,999 രൂപയാണ്. 8GB 128GBക്ക് 24,999 ആണ്. ബട്ട് ഓഫർ SBI കാർഡിന്മേലുള്ള ഒരു ഓഫർ ഇപ്പോഴേക്ക് അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ 2,500 രൂപയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയാൽ 21,499 ആയിരിക്കും 6GB വേരിയന്റിന്. 8GB വേരിയന്റിന് 22,499 ആയിരിക്കും. സോ ഈ 2 പ്രൈസിൽ ഓഫർ അടക്കം നോക്കിയാൽ ഗംഭീര വിവോ ഫോണായിട്ടാണ് തോന്നുന്നത്. യൂസ് ചെയ്തതിൽ വേറെ പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു ഇഷ്യൂസും കണ്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിവോയുടെ ഫോണിൽ ആഗ്രഹിക്കുന്നവർക്ക്, വാല്യൂ ഫോർ മണി ആയ ഫോണിൽ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങിക്കാമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വീഡിയോ എങ്ങനെയുണ്ട്, ഈ ഫോൺ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇതുപോലത്തെ കൂടുതൽ യൂസർ റിവ്യൂവിനും അതേപോലെ അൺബോക്സിങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.